അഭിവന്യ പിതാവെ, തലശ്ശേരി അതിരൂപതയിൽ ഈ വർഷം ദിവ്യകാരുണ്യ വർഷമായി പിതാവ് പ്രഖ്യാപിച്ചു. എല്ലാ ഇടവകകളും അത് ഏറ്റെടുത്തു എന്ന് വിചാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പിതാവെ ഈ വർഷം ഇങ്ങനൊരു ദിവ്യകാരുണ്യ വർഷം പ്രഖ്യാപിക്കുവാൻ വേണ്ടി പിതാവിനെ പ്രചോദിപ്പിച്ചത്? ഒന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. തലശ്ശേരി അതിരൂപത പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം കുടിയേറ്റത്തിൻ്റെ ശതാബ്ദി വർഷമാണ്. ഈ കുടിയേറ്റ ജനത ആരാരുമില്ലാതെ ഇവിടെ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ അവർക്ക് ശക്തിയും താങ്ങും തണലും ബലവുമായി നിന്നത് ദിവ്യകാരുണ്യ ഈശോയാണ്. ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാന കാണാൻ തക്ക വിധത്തിൽ ഷെഡുകളായിട്ട് ദേവാലയങ്ങൾ പണിത് ആ ദേവാലയത്തിന് ചുറ്റും കുടിലുകൾ നിർമ്മിച്ച് ജീവിച്ചാണ് കുടിയേറ്റ ജനത തങ്ങളുടെ അതിജീവനം ഈ നാട്ടിൽ സാധ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ കുടിയേറ്റത്തിൻ്റെ ജൂബിലി വർഷം ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യകാരുണ്യത്തെ കേന്ദ്രീകരിച്ച് ആരംഭിക്കണം എന്നുള്ളതാണ് ഇത് ദിവ്യകാരുണ്യ വർഷമായി പ്രഖ്യാപിക്കാനുള്ള നിമിത്തം. അല്ലെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവനും കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയില്ലാതെ ക്രിസ്ത്യാനിക്ക് ജീവിതമില്ല എന്നുള്ളതാണ് സത്യം. സഭ നേരിടുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും സഭയ്ക്കെതിരായ കരുനീക്കങ്ങളിലും ഒക്കെയും ക്രിസ്ത്യാനിയുടെ ഏറ്റവും ശക്തമായ ആയുധം ദിവ്യകാരുണ്യ ഈശോയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ദിവ്യകാരുണ്യ വർഷമായി ആചരിച്ചുകൊണ്ട് പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അഭിവന്യ പിതാവേ, ഇതെല്ലാം ഇടവകകളും തീഷ്ണതയോടെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് പിതാവ് അതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക്? തീർച്ചയായും ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം വളരെ ആഴത്തിൽ ദൈവജനത്തിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് തൊട്ടറിയാൻ എനിക്ക് ഇടവന്ന അവസരമാണ് ഈ വർഷത്തെ ദിവ്യകാരുണ്യ വർഷാചരണം എന്നുള്ളത്. എല്ലാ മനുഷ്യനും പരിശുദ്ധ കുർബാനയോട് അഗാധമായ സ്നേഹവും ഭക്തിയുമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ 100,000 ഉത്തരവാദിത്തങ്ങൾക്കിടയിലും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഓടിയെത്താനും പ്രാർത്ഥിക്കാനും എല്ലാ ഇടവുകളിലും മനുഷ്യർ സന്നദ്ധരാകുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ സന്തോഷ അനുഭവമാണ്. താങ്ക് യു പിതാവേ, ഈ വളരെ ഹൃദ്യമായ ഒരു മെസ്സേജ്. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണല്ലോ. തീർച്ചയായിട്ടും എല്ലാത്തിൻ്റെയും ഉത്തരവും എല്ലാം പരിശുദ്ധ കുർബാനയാണ്. തീർച്ചയായിട്ടും അഭിവന്യ പിതാവ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അത് ഈ അതിരൂപത ഏറ്റെടുക്കുകയും ചെയ്തതിൽ ഒത്തിരി സ്നേഹത്തോടെയും നന്ദിയോടെയും പിതാവിനെ ഓർക്കുന്നു. ഗുഡ്നസ് ടി വിക്ക് വേണ്ടി പിതാവിന് നന്ദി പറയുന്നു. ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ.